മലയിട്ട് ചാടാം, അല്ലാതെ വേറെ വഴിയില്ല. എന്നിട്ട് മായ എവിടെയാണെന്ന് കണ്ടുവച്ചാലേ അവളെ കൊണ്ട് ചാടാൻ പറ്റൂ. അപ്പോ ഇത് വേണോ? എനിക്ക് പേടിയാവണ്ട. അതിനകത്ത് വെച്ച് അങ്ങനെ പിടിക്കപ്പെട്ട അവരെല്ലാരും കൂടി തല്ലിക്കൊല്ലും. കൊല്ലണെങ്കിൽ കൊല്ലട്ടെ, നിനക്ക് പേടിയാണെങ്കിൽ നീ പൊയ്ക്കോ. എന്തായാലും അവളെ കൊണ്ട് ഞാൻ ഇവിടുന്ന് മടങ്ങും. അനക്കൊന്നും കേൾക്കാനില്ല. എല്ലാവരും ഉറങ്ങിക്കാണെന്ന് തോന്നണേ. എല്ലാവരും ഉറങ്ങുമെന്ന് എനിക്കറിയില്ല, പക്ഷെ തോക്ക് പിടിച്ചിരിക്കുന്ന ആള് നല്ല ഉറക്കാ. ഉറങ്ങിക്കോട്ടോ. ഇതാരീ പച്ച പാതിരക്ക് ഇരുന്ന് ചണ്ട ഓടണത്? നാശം, ഇതിപ്പോ എല്ലാരും ഉണരുമല്ലോ. ഇതിലെ പോവാ. ഓ ചതിച്ചു കഥകളി. ഇനി ഇത് തീരാതെ ഒറ്റ ഉറങ്ങില്ല. പണ്ടാറൊക്കെ അപ്പൊ തീരും. ഇത് തീരണമെങ്കിൽ കോഴി വീണം. ഇറങ്ങിയ വന്നപ്പോ ഒരു കോഴിനും കൂടി കൊണ്ടുവരായിരുന്നു. മായയെ കാണാനില്ലല്ലോ, ശരിക്കും നോക്കടാ. അറിയാൻ നോക്കണ്ട, പക്ഷെ എനിക്ക് ചില മുദ്രകൾ മനസ്സിലാവില്ല. ആ കൂട്ടത്തിൽ മായ ഉണ്ടോ നോക്കാൻ. ആ കൂട്ടത്തിലുണ്ടെങ്കിൽ അങ്ങനെ തിരിച്ചറിയാനാ. ഒരു ജാതി മുഖംമൂടി കിരീടം. നീ ഇങ്ങോട്ട് വന്നേ. ആ കൂട്ടത്തിൽ മായയെ കാണാനില്ല, അവളുടെ വീട്ടുകാരും ഇല്ല. അവരൊക്കെ വേറെ ഏതോ ഭാഗത്താന്ന് തോന്നുന്നു. ഈ തക്കത്തിന് നമുക്ക് അകത്ത് കയറി നോക്കിയാലോ? എന്നാ വാ വാ. കരിമ്പൂതം. ഇവിടത്തെ മുഴുവൻ മുറികൾ നോക്കി തേനിയിൽ ചുരുങ്ങിയത് ഒരു കൊല്ലെങ്കിലും വേണ്ടി വരും. നീ ആ ഭാഗത്ത് പോയി നോക്ക്, ഞാൻ ഈ ഭാഗത്ത് പോയി നോക്കാം. ഞാൻ ആ ഭാഗത്ത് അങ്ങനെ മായനെ കാണണമെങ്കിൽ ഉറക്കെ വിളിച്ചു കൂകാം. കൊളമാക്കും, ഒച്ച വെച്ച കൊന്നുകളയും ഞാൻ. നീ നോക്കടാ. അതൊക്കെ സാമ്യമകന്നൂരുദ്യാനം എത്രയും അഭിരാമം ഇതിനുണ്ടതു ന്യൂനം. കാമ്യം നിനയ്ക്കുന്നാകിൽ. ഞാനിവിടെ നേരത്തെ സ്ഥലം പിടിച്ചിരിക്കുക അല്ലയോ? കൊള്ളാം. ഞാൻ വിചാരിച്ചു ഞാനാവും ആദ്യം എത്തുകയെന്ന്. ഏതായാലും സന്തോഷായി. ഇപ്പൊ ആവുമ്പോ കുട്ടികളുടെ ശല്യവും ഇല്ല. അമ്പുജം അമ്പുജം അമ്പുജം, എന്തിനാടി എതിർക്കുന്നേ? എന്റെ പൊന്നേ, ഇവിടെ ഒന്നും ആരുമില്ല, ഒക്കെ കഥകൾ കാണാൻ പോയിരിക്കുക. എന്റെ ഈശ്വര, ആരാ ഇവള്? അമ്പുജം, ആഹാ, സത്യം പറ, ആരാടിയവൻ? അതാ എനിക്കറിയേണ്ടത്. സത്യം പറ, ആരാ ഇവള്? സത്യം പറഞ്ഞോളം. അവിടെ നിൽക്കാം. എന്താണോ ഇത്? തല്ലിയതുപോലെ സ്വപ്നം കണ്ടു. അയ്യോ, എന്താ 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 എന്താ? അയ്യോ, കളൻ കളൻ. കൊട്ടാരം മൊത്തം ഇനി എന്താ ചെയ്യാ? തൽക്കാലം പുറത്തേക്ക് ഇറങ്ങണ്ട, നമുക്ക് ഇവിടെ വിളിക്കാം.
വരുന്നത് വരട്ടെ. അയ്യോ അയ്യോ താനായിരുന്നു എന്റെ ഭാര്യയുടെ കിടപ്പറയിലെ ഇതാണോ നിങ്ങളുടെ തറവാട്ട് മഹിമ? ഈശ്വര, ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നാണല്ലോ ഞാൻ. അടിയൻ ഒന്നും പറയണ്ട, ഈ കൊട്ടാരത്തിൽ ഇത്തരം ഒരു കാര്യം തടാതെയാണ്. പൊറുക്കണം, എന്റെ അളിയനൊരു തെറ്റ് പറ്റി. ഈ തെറ്റ് ഇനിയും പറ്റില്ല എന്ന് ആര് കണ്ടു? മാത്രമല്ല, മായയുടെ അമ്മാവൻ ഇത്തരത്തിലുള്ള ഒരാളാണെന്ന് മറ്റുള്ളവർ പറഞ്ഞാൽ ഈ കൊട്ടാരത്തിന് അതിന്റെ ചീത്തപ്പേര്. അതുകൊണ്ട് എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും. ഒന്നും വേണ്ട, അടിയങ്ങൾ തൽക്കാലം പോയിക്കോളാം. എന്നിട്ട് പടിയേറ്റിന്റെ തലേന്ന് ഒന്ന് മുഖം കാണിക്കാം. അത് തന്നെയാവും ഭേദം. എടോ, ബുദ്ധി വേണം, ബുദ്ധി. അളിയനാളിത്തിരി പെശകാണെന്ന് എനിക്കറിയാം. എന്നാലും താൻ എനിക്ക് ഭ്രാന്ത് പിടിപ്പിക്കരുത്. എന്റെ ഈശ്വര, എന്തൊരു നാശം പിടിച്ച നേരത്താ ഞാൻ ആ കള്ളനെ പിടിക്കാൻ പോയി. എടോ, താൻ എന്തിനാടോ ഇത്ര ധൃതി കൂട്ടിയത്? ആ പടിയേറ്റം അങ്ങോട്ട് കഴിഞ്ഞോട്ടെ. അത് കഴിഞ്ഞാൽ ഞാനാ ഇവിടുത്തെ രാജാവ്. ഇപ്പരിക്കുന്ന രാജാവുണ്ടല്ലോ, വെറും അടിയാളൻ. പിന്നീട് തലേ തുണി ഇട പോലും വേണ്ട, തനിക്ക് നേരെ നടക്കാം, വിലസാം. മായോട് യാത്ര പറയണ്ടേ? അടിയൻ പോയിട്ട് അച്ഛൻ പോയിട്ട് വരട്ടെ മോളെ. പടിയേറ്റിന് മുമ്പ് ഞങ്ങൾ ഇവിടെ എത്തിയേക്കാം. മോൾക്ക് കൂട്ടിന് ഇവരാരെങ്കിലും നിർത്തണോ? വേണ്ട. അമ്മാവനും പോവാ മോളെ. എന്ത് കണ്ടിട്ടാ അടിക്കണേ? മതവളക്കണ്ട, ഞാൻ ഇളകിയാൽ എല്ലാത്തിന്റെയും പല്ലടിച്ചു കൊഴിക്കും. അടിയോ, അടുത്ത പ്രശ്നം ഉണ്ടാക്കല്ലേ. വാ, പോവാ പോവാ. ഇത് ഒരുമാതിരി കോത്താഴത്തിലെ ഇടപാടായി പോയല്ലേ. പോട്ടെ മോളെ. ഇങ്ങനെ കടന്നാ മതിയാ? എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. എങ്ങനെയാടാ? മായ എവിടെയാണെന്ന് പോലും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ മായയുടെ മന്ത്രത്തിന്റെ കാര്യമല്ലേ പറഞ്ഞേ? എനിക്ക് വിശന്നിട്ട് ഇരിക്കാൻ വയ്യ. എന്തിനാ ഇരിക്കണത്? കിടന്നോളൂ. ഒരു പ്ലാവെങ്കിലും കണ്ടിരുന്നെങ്കിൽ പല ചക്കനയിലിട്ട് തിന്നായിരുന്നു. അതേ നോക്കിയേ. ചക്കയും വാങ്ങുമെന്ന് എനിക്ക് വേണ്ട. മാങ്ങയല്ലടാ, പായ. ഞാനൊരു കാര്യം പറയട്ടെ. നീ വിചാരിക്കും പോലെ തട്ടിക്കൊണ്ടുപോക്ക് അത്ര എളുപ്പമുള്ള കാര്യമൊന്നല്ല. ആദ്യം നീ അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. നിന്നെ വിശ്വാസമായ ആ നിമിഷം അവള് നിന്റെ കൂടെ ഇറങ്ങി വരും. ഈ വേഷത്തിൽ പോണ്ട. ഈ കസമുണ്ട് എടുത്തോണ്ട് പോ. പെട്ടെന്ന് ആരെങ്കിലും കണ്ട ഇവിടുത്തെ ആളെന്ന് കരുതൂ. ശരിയാ, തമ്പ്രാക്കന്മാരുടെ നാട്ടിൽ ചെന്ന തമ്പ്രാനായി മാറണമെന്നൊരു ചൊല്ലുണ്ട്. എന്നെ കുറിച്ച് അവളോട് പറയണ്ടല്ലോ, നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ഉണ്ട് തമ്പുരാനെ. എന്നൊന്ന് പറഞ്ഞേ. ഈ മണ്ട ശിരോമണി. ഓ, അതല്ല, ഇവിടുത്തെ മണ്ട ശിരോമണികൾക്കിടയിൽ സംസ്കൃതത്തിൽ അപാര പാണ്ഡിത്യമുള്ള സംസ്കാര സമ്പന്നനും നിഷ്കളങ്കനുമാണ് ഈ തമ്പുരാൻ. ഓക്കെ ഓക്കെ, എന്നവാ അവളെ തറ. ക്ഷേത്ര ദർശനത്തിന് പോയാവും അല്ലേ? എന്നെ തീരെ മനസ്സിലെന്നുണ്ടാവില്ലേ? എന്താന്ന് വെച്ചാ വേഗം പറയണം. എന്താ? ഈ കൊട്ടാരത്തിലെ വലിയ മണ്ട ശിരോമണി. സംസ്കാരത്തിൽ പാര, പാണ്ഡിത്യത്തിൽ സംസ്കാര ശൂന്യൻ. എന്നെ കൊണ്ടൊന്നും പറയാൻ പറ്റൂല. നമ്മുടെ പള്ളിക്കെട്ടിനെ കുറിച്ച് ഒരു സംസാരമൊക്കെ ഉണ്ടേ. അതിനൊരു ഇൻട്രൊഡക്ഷൻ ആയിക്കോട്ടെ എന്ന് കരുതി. വായിക്കാൻ ഇഷ്ടമായോ? ഇല്ല. എന്തേ? എനിക്ക് ഇവ കുരങ്ങന്മാരെ പണ്ട് ഇഷ്ടമല്ല. കൊരങ്ങന ചിലപ്പോ സ്നേഹം കൊണ്ട് വിളിച്ചായിരിക്കുള്ളൂ. ഇനി ഇതേപോലെ അവളുടെ പിന്നാലെ എങ്ങനെ നടന്ന പള്ളിക്കെട്ടല്ല, നിന്റെ പള്ളക്കിട്ടിയാൻ കേറ്റും. പിന്നെ നിന്നെ പള്ളിക്കാട്ടിൽ എടുക്കൂ. അവളെ എന്റെ പെണ്ണ. സ്ഥലം വിട്. ഇയാള് പോടാനേ. എന്താ? ഇനി അങ്ങോട്ട് പോണ്ട. നമ്മുടെ മുറിയിൽ വേറെ ആൾക്കാരെത്തി. അയ്യോ, അപ്പൊ നമ്മളിനി എവിടെ താമസിക്കും? നമുക്ക് ആ വശത്തേക്ക് പോവാം. മായ അവിടെയാ. ഇതേതായി കണ്ണട? ഇവിടെ കിടന്ന് കിട്ടിയതാ. കളയടാതൊക്കെ. ഇതൊക്കെ എന്തിനാ വെച്ചോണ്ട് കിടക്കുന്നത്? വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യടാ. എവിടെ എവിടെ? ആരോ വരുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. ദാ ഇവിടെ. മണി, എഴുന്നേക്കടാ. ഇല്ലടാ, ഞാനില്ല, എണീക്കില്ല. വിശന്ന് ഹൃദയം പൊട്ടി ഞാനിപ്പോ ചാകും. വിശന്നിട്ട് ഹൃദയം പൊട്ടി ഇന്നേവരാരും ചത്തട്ടില്ലടാ. അവസാനമായി എനിക്കൊരു ആഗ്രഹമുണ്ട്. നീയുമായി സുഖമായി ജീവിക്കണം. നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞിന്
എന്റെ പേര് റാവു. അത്രയും വേണോടാ. എടാ നിന്നെ പോലെ തന്നെയല്ലേ ഞാനും. എനിക്ക് വിശക്കുന്നില്ലേ? കുറച്ചൊക്കെ സഹിക്കണോടാ. എന്റെ തന്ത ചത്ത ഞാൻ സഹിക്കും, വിശപ്പ് സഹിക്കാൻ പറ്റില്ലടാ. പണ്ടാറടങ്ങാൻ എനിക്ക് വാ, പലതും കിട്ടുമെന്ന് നോക്കാം. വാടാ. എന്താ ആരും ഒന്നും കഴിക്കാത്തത്? കഴിക്കേ. ഇപ്പൊ ഒന്നും വേണ്ട, ഞങ്ങൾ കഴിക്കാൻ പൊക്കോട്ടെ. വേണ്ട, മുഴുവൻ കഴിക്കാതെ ഇവിടുന്ന് അനങ്ങിയിട്ടുണ്ടേ അടിച്ചു തോലിരിക്കും ഞാൻ. ഞാൻ ഭക്ഷണം കഴിച്ചു വരുമ്പോഴേക്കും മുഴുവൻ കഴിച്ചോണം കേട്ടോ. മാമന്മാരെ മനസ്സിലായ മക്കളെ? ഇങ്ങനെ ചോദിച്ചാൽ കുട്ടികൾക്ക് മനസ്സിലാവില്ല. നമ്പൂരി ഭാഷ ചോദിക്കണം. എങ്കിൽ എഴുന്നള്ളിക്ക്. മാമന്മാരെ മനസ്സിലായ അമ്മയാക്കൾക്ക്. ശവം മാറി. നിങ്ങൾക്ക് ആഹാരം കഴിക്കണ്ടേ? കഴിച്ചാൻ പോണോ? ആഹാരം കഴിച്ചിട്ട് നമുക്ക് കഴിച്ചാൻ പോവാ. ആഹാരം കഴിക്കണ്ട എങ്ങനെയെന്ന് മാമൻ കാണിച്ചു തരേ. അങ്ങനെ എടുത്തിട്ട് ഇതെങ്ങനെ അങ്ങനെ ആക്കിയിട്ട് പിന്നെ ഇതാ അങ്ങനെയല്ല, ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ശരിക്കില്ല. നോക്കി നിൽക്കാതെ നടക്കുക. ഒന്ന് നിൽക്കുക. ക്ഷമിക്കണം, എനിക്ക് ആളെ മനസ്സിലായില്ല. സാരമില്ല, നോ ക്ഷമിച്ചിരിക്കുന്നു. അല്ല, ഒന്ന് പരിചയപ്പെടുന്നതിൽ വിരോധമുണ്ടോ? പക്ഷെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെട്ടേ പറ്റൂ. നീ ആരാടാ? അവനൊന്നും ചെയ്യണ്ട, അവൻ എന്റെ കൂടെ വന്നതാ. താനാരാ? ഞാൻ അവന്റെ കൂടെ വന്നതാ. അച്ഛാ ദേ അവൻ. എന്റെ കഴുത്തിന് പിടിച്ചല്ലേ ആ ദുഷ്ടൻ. ഹലോ. എന്താ ഇവിടെ? ഇയാളെ അറിയോ? ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. ആരാന്ന് ചോദിച്ചിട്ട് പറയണില്ല. ഇത്രയും നേരം ഞാനിവിടെ പ്രതിമ പോലെ നിന്നു കൊടുത്തു. ഒരാളെങ്കിലും എന്നെ തിരിച്ചറിയുന്ന പ്രതീക്ഷിച്ച്. ഇവർക്ക് ആർക്കും എന്നെ മനസ്സിലാവാത്ത സ്ഥിതിക്ക് ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല, അർത്ഥമില്ല. അതെ, ഒരു നിമിഷം പോലും നോമ ഇവിടെ നിൽക്കില്ല. നടക്കുക, അങ്ങ് മാറുക. നിൽക്കുക.